ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമൊക്കെ ആയിരുന്നു, അതുപോലെ നബിദിനമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിച്ചു, സന്തോഷത്തോടെ ഈ ഒരു ദിവസം കടന്നുപോയി എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും സന്തോഷവും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഉണ്ടാവട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേര് പേഴ്സണിലേക്ക് വന്ന മെസ്സേജസ് അയച്ചു, വിഷ് ചെയ്തു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്ക് റീഡിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് പേഴ്സണലി വന്ന് പറഞ്ഞിരുന്നു റീഡിംഗ് ഇല്ലാഞ്ഞുകൊണ്ടൊരു വിഷമം ഉണ്ടായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ഓണത്തിൻ്റെയൊക്കെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. ഇന്നിപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അങ്ങനെ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. സ്ഥിരം വീഡിയോന് വേണ്ടി കാത്തിരിക്കുന്ന ആ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർ ടൈം കിട്ടുമ്പോൾ കാണുന്നവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാണുന്നവരുണ്ടാവും. പക്ഷേ എത്ര നൈറ്റ് ആയാലും ലേറ്റ് ആയി കഴിഞ്ഞാൽ പോലും ഉറങ്ങാതെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും കൂടി വിചാരിച്ചിട്ടാണ് ഇന്ന് കുറച്ചൊരു ബിസി ആയിരുന്നിട്ടും ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന എല്ലാവർക്കും ആഗ്രഹം ഈ ഒരു സമയം ഇന്നത്തെ ദിവസം അവരുടെ പേഴ്സൺ എന്തായിരുന്നു, അവരുടെ ഫീലിങ്സ് എന്തായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിരിക്കും. അപ്പം നമുക്ക് ഇന്ന് എന്തായാലും അത് തന്നെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ അവരുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ കാണാനായി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഓവറോൾ എനർജി എങ്ങനെയാണ്. ഹീലിംഗ്, ടേണിംഗ് ഇൻ, ദ സോഴ്സ്, കോംപ്രമൈസ്, schizophrenia, nothingness, success, creativity, beyond illusion, guilt, possibilities, and participation. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത് കൂടുതലും നോ കോൺടാക്റ്റിലുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. ചിലരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ചില ഈഗോയിസ്റ്റിക് പ്രോബ്ലംസോ അല്ലെങ്കിൽ സിറ്റുവേഷൻസോ ഒക്കെ മൂലം മിണ്ടാതിരിക്കുന്ന രണ്ട് വ്യക്തികളായിരിക്കും. ആ ഒരു എനർജി ഇവിടെ നമുക്ക് നല്ലതുപോലെ കാണാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ കറണ്ട് സിറ്റുവേഷൻ എന്താണോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ട് അകന്ന് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ച ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ അവൾ മിണ്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ അവൻ മിണ്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാത്ത ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി പുറമേ മറ്റുള്ളവർ കാണുന്നതിനായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാനൊക്കെ ശ്രമിച്ച ഒരു പേഴ്സൺ ആയിരിക്കും. ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി മാത്രം ഓരോന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അതുപോലെയുള്ള ഒരു എനർജി ആയിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നൊരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായൊരു ദിവസമാണ് ഇപ്പോൾ ഈ ഒരു റീഡിംഗ് എടുക്കുന്നത് പോലും. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റിലുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു പേഴ്സണ് ആ ഒരു നമ്മളുടെ മനസാന്നിധ്യം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ പറയാം. അവർക്ക് കൂടുതലും നിങ്ങളുടെ ചിന്തകളും കാര്യങ്ങളും മനസ്സിനകത്ത് വന്നുകൊണ്ടിരുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു എനർജി നമുക്കിവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം. കാരണം അവർ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്താണോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അതൊന്ന് ഹീൽ ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് ഉണ്ടാകുന്ന മുറിവുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ഏത് വികാരമാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശാന്തമാക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. ചില കാര്യങ്ങൾ നമ്മൾ എൻ്റെ മനസ്സിന് കൺട്രോൾ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് മുറുകെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. അതായത് നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും ചിലപ്പോൾ നമുക്കത്
അങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മളെക്കൊണ്ടത് സാധിക്കാത്തൊരവസ്ഥ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഒരു സോഴ്സാണ്. കാരണം അവരുടെ ആ ഒരു ഊർജ്ജം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫോക്കസ് നിങ്ങളിൽ കിടക്കുകയാണ്. എത്രയൊക്കെ ഈ ഒരു പേഴ്സൺ കണ്ടില്ലാന്ന് നടിച്ചാലും കേട്ടില്ലാന്ന് നടിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് എന്ന് നടിച്ചു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇതിനകത്തേക്ക് തന്നെ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇപ്പം ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളുടെ പേരിൽ സെപ്പറേഷൻ വരുന്ന ആൾക്കാരുണ്ട്. ചിലത് ഭീകരമായിട്ടുള്ള സെപ്പറേഷൻ ആയിരിക്കും. ചിലത് ഈ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്രമൈസിനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ച ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുമാത്രമല്ല കുറച്ച് അകന്നിരുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലവർക്കെങ്കിലും ഇന്ന് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് അനുവദിക്കാത്ത ഒരവസ്ഥയുണ്ട്. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയതായിട്ട് തന്നെ കാണാം. നമുക്കിവിടെ കാണാം ആ ഒരു സ്കിസോഫ്രീനിയ എനർജി വന്നിട്ടുണ്ട്. അതായത് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂസ്ഡ് മൈൻഡാണ്. വേണോ? വേണ്ടയോ? ഇപ്പം നിങ്ങളോടൊന്ന് കോൺടാക്ട് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്താലോ എന്നുള്ള ഒരു ആശങ്കയാണ്. പക്ഷേ ഒരു ഡിസിഷൻ ഇവിടെ നമുക്ക് ആ ഒരു നത്തിങ്നെസ് എനർജി അതായത് ഒരു ഡാർക്ക്നെസ് ആണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ കാണാം. ഇനിയിപ്പോൾ തേർഡ് പാർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളെ ഭയന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോട് ഫിയർ ആയിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മനസ്സ് പറയുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് സംസാരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മിണ്ടിയാലെങ്കിലും കൊള്ളാം എന്നുള്ളത്. പക്ഷേ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആ ഒരു ഇരുട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ എങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു ക്രിയേറ്റിവിറ്റി ആൻഡ് സക്സസ് എനർജിയൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഒരു ആഗ്രഹങ്ങൾക്ക് തന്നെ അവർ മുൻതൂക്കം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണുന്നത്. സിറ്റുവേഷൻസിൽ ചില പോരായ്മകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അവർ എത്രത്തോളം നിങ്ങളുടെ കാര്യം സപ്രസ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ ആ ഒരു ആഗ്രഹങ്ങൾക്ക് അവർ മുൻതൂക്കം കൊടുക്കാനായിട്ട് ശ്രമിച്ച ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ ഒരു ഗിൽറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ച് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാണ് അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പേഴ്സണുണ്ട്. ആ ഒരു ഫീലിംഗ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ മനഃപൂർവ്വമായിട്ട് ഞാനൊരു തെറ്റും ചെയ്തില്ല എന്ന് പറഞ്ഞ് പുറമേ സമ്മർദ്ദിച്ച ഒരു വ്യക്തിയായിരിക്കാം. പുറമേ വാദിക്കുമ്പോൾ ചിലപ്പോൾ ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല നിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കുറ്റബോധവും കാര്യങ്ങളും ഫീൽ ചെയ്ത ഒരു എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു പുകമറയ്ക്കകത്തായിരുന്നു അങ്ങനെയുള്ളൊരു ഇതിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ചില കാര്യങ്ങൾക്ക് അവർക്കൊരു ക്ലാരിറ്റി വന്നതായിട്ട് നമുക്കിവിടെ കാണാം. ആ ഒരു ബിയോണ്ട് ഇല്യൂഷൻ എനർജിയാണ്. അതായത് ഒരു ഇല്യൂഷനകത്ത് പെട്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു ഗിൽറ്റ് അവിടെ വന്നത്. ചില കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു കുറ്റബോധം തോന്നുക. ആദ്യം ചിലപ്പോൾ നമ്മൾ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യം ഓക്കെയാണ് എന്നുള്ളൊരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറ്റബോധം വരില്ല. കാരണം നമ്മളുടെ വിചാരം അവിടെ നമ്മൾ ശരിയാണെന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെയാണ് നമ്മളവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപക്ഷേ ഈ ഒരു പേഴ്സണ് ചില കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ശരി എന്നുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ ഒരു ഗിൽറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ പുറമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു കാര്യം ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നോ കോൺടാക്റ്റിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ ഒരു ഓർമ്മകൾ കാര്യങ്ങൾ ഒക്കെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. നിങ്ങളിലേക്ക് വന്ന് ചേരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു കോംപ്രമൈസ് എനർജി പോലെ തന്നെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് വന്നാൽ കൊള്ളാം എന്നുള്ള ആ ഒരു എനർജിയൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറച്ച് പേർക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഏഹ്, ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിലൊക്കെ ഇരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കോൺടാക്റ്റ് വന്നിട്ടുണ്ടാവാം. കാരണം ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു പാർട്ടിസിപ്പേഷൻ എനർജി പോലെ തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ ജോയിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു ആക്ഷൻ എനർജിയും കൂടിയാണത്. അപ്പോൾ അതിനുള്ള ഒരു അവസരം നോക്കിയതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ അവരുടെ ഒരു ഓവറോൾ എനർജി ആൻഡ് സിറ്റുവേഷനൊക്കെ നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണുന്നത്. സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എന്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു പേഴ്സണ് മനസ്സിൽ നിന്ന് നിങ്ങളെ വിട്ടു പോവാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ വരണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീങ്ങിപ്പോയതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു ഗിൽറ്റ്, റിഗ്രറ്റ് എനർജിയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞത്.
അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോ കോൺടാക്റ്റിലൊക്കെ ഉള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല. ചില രണ്ടുപേരും തമ്മിലുള്ള ഈഗോയോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് മിണ്ടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് മാറി മിണ്ടാതിരിക്കും. വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. അതായത് വിട്ടുവീഴ്ച ചെയ്യാനായിട്ടൊരു മനസ്സില്ലാത്തൊരവസ്ഥ. അങ്ങനെയൊക്കെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കോൺടാക്റ്റ് കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഇന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അത്രയും തീക്ഷ്ണമായിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു പേഴ്സൺ വേണ്ട, സാരില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിനി അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് നിങ്ങളോട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കൂടി നോക്കാം. Okay, Elder of Wands energy, the Star, the Hanged One, Champion of Swords, Ace of Wands, Two of Wands, Oracle of Pentacles, Oracle of Cups, Six of Pentacles, Five of Pentacles, Justice, Judgment, Champion of Pentacles. അപ്പോൾ നമ്മളിവിടെ ഫീലിങ്സിലേക്ക് മാത്രമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അവരുടെ ഓവറോൾ എനർജി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടതാണ്. അവർ നോക്കിയായിട്ട് ഇരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർക്കൊരു വിഷമം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസ്സിങ് ഫീലിംഗ് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെയും നമുക്ക് ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ സെയിം ആണ് എന്നുള്ളത് ശരിവെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പേഴ്സൺ വളരെയധികം ദുഃഖിച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ള ഒരു സമയമായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം സ്റ്റാർ എനർജി, അതുപോലെ ഈസ് ഓഫ് വാൺസ്, സിക്സ് ഓഫ് പെൻറ്റിക്കിൾസ് എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ എനർജി ആണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ വേണം. ഒന്നും മിണ്ടാതിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് സംസാരിക്കണം. അല്ലെങ്കിൽ ആ ഒരു പഴയ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രോങ് ആവാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം. അവരുടെ ഒരു ഫീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള ആ ഒരു എനർജി തന്നെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അവർക്ക് അങ്ങനെയുള്ളൊരു മെൻറ്റൽ പുഷ് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് എനർജി ഒരുപോലെ വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗിൽറ്റ് ഫീലിംഗ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ഒരു എനർജിയും കൂടി കമ്പൈൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഫെയർ ഡിസിഷൻ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കണം എന്നവർ മനസ്സിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവരൊരു ജസ്റ്റിസ് തന്നിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്ത് ഇന്ന ഇന്ന തെറ്റുകൾ ഉണ്ടായിരുന്നു എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ ഇവിടെ ഒരു ബിയോണ്ട് ഇല്യൂഷനൊക്കെ വന്നതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ ഇതിനകത്ത് ഒരു ഫെയർ ഡിസിഷൻ നടപ്പാക്കണം, ഈ ഒരു റിലേഷൻഷിപ്പ് അർഹിക്കുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് ഇതിനകത്ത് വന്നിട്ടില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇത് ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്ലൂസ് എടുത്ത് നോക്കാം. അപ്പോൾ ആരുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതുപോലെ തന്നെ ഇല്ല കുഴപ്പമില്ല നിങ്ങളില്ലാതെയും പോകാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു എനർജിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു മനസ്സ് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ഫെയർ ഡിസിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. റിലേഷൻഷിപ്പിൽ ഒരു ജസ്റ്റിസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ എത്ര സ്റ്റക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു എനർജി നമുക്കിവിടെ കാണാം. ഒന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ വീണ്ടും ഓൺ ആവുന്ന ഒരു എനർജിയാണ്. ഒന്ന് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ പോലും ആ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് വരണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്പെസിഫിക് മെസ്സേജ് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞതുപോലെ. അപ്പോൾ കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കോൺടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് റെസൊനേറ്റ് ആവും. ഒന്നും മിണ്ടാതിരുന്നിട്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇപ്പോൾ ഓടി വന്നിട്ടുണ്ടെങ്കിൽ
നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ആവും. കാരണം അവരുടെ ഒരു മനസ്സിനകത്ത് അവർ അത്രയും ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു ഫയർ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ ഇഷ്യൂസോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ എന്ത് മൂലമായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് ഓക്കെ ആയിട്ട് കോംപ്രമൈസ് ചെയ്ത് ഇതിലേക്ക് വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് തന്നെ. അതുപോലെ ഇവിടെ നമുക്ക് കാണാം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വേണോ വേണ്ടിയോ എന്നൊരു ആശങ്കയിൽ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റക്നെസ് അവർക്ക് മാറിയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒറാക്കിൾ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഒറാക്കിൾ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയേറെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടി ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. ഒരു ഫീലിങ്സ് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പേഴ്സണാണ്, അല്ലാന്നുണ്ടെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയിലൊക്കെ പോയിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓൾറെഡി ഒരു വ്യക്തിക്ക് ചെയ്ത കാര്യങ്ങളിൽ ഒരു വിഷമം കുറ്റബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വേണം നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട്. അല്ലാത്തൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഗിൽറ്റ് ഫീലിങ്ങോ അല്ലെങ്കിൽ അവർ ചെയ്തു പോയ തെറ്റായി പോയി എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതിയോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ചിലവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് പോലും ആ ഒരു കാര്യം തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇല്ല, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് വീണ്ടും വീണ്ടും അവർക്ക് തന്നെയാണ് ശരിയെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അവർക്കൊരു കൺഫ്യൂസ്ഡ് മൈൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ തടസ്സങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വരാനുള്ള ഒരു മടിയായിരിക്കാം. ഇപ്പോൾ ഒന്ന് പിണങ്ങിയിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിട്ട് അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് വിചാരിച്ചിരുന്നവരായിരിക്കാം. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഉള്ളവരായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നവംബർ മന്ത്, കോട്ടയം, തൃക്കേട്ട നക്ഷത്രം, വയനാട്, നമ്പർ 3030, ആലപ്പുഴ, വിർഗോ സോഡിയാക് സൈൻ, ഉത്രം നക്ഷത്രം, നമ്പർ 20, നമ്പർ 31, തൃശ്ശൂർ, സെപ്റ്റംബർ മന്ത്, ഓഗസ്റ്റ് മന്ത്, പുണർദം നക്ഷത്രം, കണ്ണൂർ, നമ്പർ 22, കോഴിക്കോട്, പൂരുരുട്ടാതി നക്ഷത്രം, ലെറ്റർ എം, നമ്പർ 25, ഡിസംബർ മന്ത്, നമ്പർ 2, നമ്പർ 15, ലെറ്റർ എച്ച്, ലെറ്റർ പി, നമ്പർ 19, നമ്പർ 10, ലെറ്റർ ജെ,
letter N, and finally number 28. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് എല്ലാം നിങ്ങളുടെ പേഴ്സൻ്റേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഇങ്ങോട്ട് ആക്ഷൻ എടുത്ത് വരാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ക്ലെയിം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.